വളരെ കാലം മുമ്പ് ഒരുപാട് ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും ലക്ഷ്യങ്ങളുമുള്ള ഒരു യുവാവുണ്ടായിരുന്നു. അയാളുടെ ലക്ഷ്യങ്ങൾ വളരെ നല്ലതും വലുതുമായിരുന്നുവെങ്കിലും അയാൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. അയാൾ തൻ്റെ ലക്ഷ്യത്തെപ്പറ്റി കാണുന്ന എല്ലാവരോടും പറയുമായിരുന്നു, എന്നാൽ അതിനുവേണ്ടി അയാളൊന്നും പ്രവർത്തിക്കത്തുമില്ലായിരുന്നു. അയാൾ വളരെ ആത്മവിശ്വാസമുള്ളവനായി കാണപ്പെട്ടുവെങ്കിലും തൻ്റെ യഥാർത്ഥ ജോലി ചെയ്യുമ്പോഴത്തേനും അയാൾ വളരെ ധൈര്യഹീനനായി തീരുന്നതായി അയാൾക്ക് തോന്നി. അങ്ങനെ അയാൾ തൻ്റെ അധ്യാപകനോട് തൻ്റെ പ്രശ്നം പറഞ്ഞു. അവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം അവനോട് ഒരു കർഷകനെ പറ്റി പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്രനായ ഒരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് ഒരു കുടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അന്നന്നത്തെ ആഹാരം കഴിക്കാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അവന് ഒരു വലിയ വീട് വാങ്ങണമെന്നും അതുപോലെ തന്നെ ഒരുപാട് നിലങ്ങൾ ഉണ്ടാക്കണമെന്നും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവൻ അവൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ആരോടും സംസാരിച്ചിരുന്നില്ല. എന്നാൽ അവൻ്റെ കഷ്ടപ്പാടുകളെപ്പറ്റി എല്ലാവരോടും പറയുമായിരുന്നു. ആളുകൾ അവനോട് എന്തിനാണ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ സമയമാകുമ്പോൾ നിങ്ങൾക്കതെല്ലാം മനസ്സിലാകുമെന്ന് അവൻ പറയുമായിരുന്നു. ഓരോ വട്ടം ഹാർവെസ്റ്റ് നടത്തുമ്പോഴും അവൻ കുറച്ച് പണം സേവ് ചെയ്യുമായിരുന്നു. അങ്ങനെ സേവ് ചെയ്യുന്ന പണം ഉപയോഗിച്ച് അവൻ നിലങ്ങൾ വാങ്ങുകയും ചെയ്തു. പതിയെ അവൻ അവൻ്റെ കുടിൽ മാറ്റി ഒരു നല്ല വീടുണ്ടാക്കി. അവൻ്റെ കൂട്ടുകാരവനോട് നീ നിൻ്റെ ലക്ഷ്യങ്ങളും പ്ലാൻസും ഞങ്ങളോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ കുറച്ചുകൂടെ എൻകറേജ് ചെയ്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പ്ലാൻസ് നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളിൽ കുറേ പേർ എന്നെ ഡിസ്കറേജ് ചെയ്തേനെ, കാരണം അവർക്ക് എൻ്റെ ലക്ഷ്യത്തെപ്പറ്റി വിശ്വാസം കാണില്ല. അതുപോലെ തന്നെ കുറേ ആളുകൾ എന്നെ നിരാശപ്പെടുത്തിയേനേയും എന്നോടുള്ള അസൂയ കാരണം. കൂടാതെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാനുള്ള ആ താല്പര്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എൻ്റെ വിജയം സംസാരിക്കട്ടെ എന്ന്. ഈ കഥ കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരന് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൻ അവൻ്റെ അധ്യാപകനോട് ഇനി ഞാൻ എൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ആരോടും സംസാരിക്കില്ല, ഞാൻ പ്രവർത്തിക്കത്തേയുള്ളൂ, എൻ്റെ വിജയം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളും ഒരിക്കലും നമ്മളുടെ ലക്ഷ്യത്തെപ്പറ്റിയോ പ്ലാൻസിനെ പറ്റിയോ ആരോടും പറയേണ്ട കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കുക, നമ്മളുടെ വിജയം സംസാരിക്കട്ടെ.